ഹലോ, ഇന്ന് ഞാൻ വീഡിയോ എടുക്കില്ല വിചാരിച്ചാണ് കേട്ടോ രാവിലെ. പിന്നെ എന്താ ചെന്ന് മെല്ലെ എണീറ്റത്. ഉറങ്ങി എണീക്കുമ്പോൾ തന്നെ വൈകി. ഇന്ന് കുഞ്ഞുങ്ങൾക്കൊന്നും സ്കൂളില്ലാത്തതുകൊണ്ട് കുറച്ചധികം നേരം ഉറങ്ങി. ഭയങ്കര ക്ഷീണം തോന്നിയപ്പോൾ നോക്കുമ്പോൾ എന്തായി, പണിയെല്ലാം മെല്ലെയായി. അതുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നില്ല വിചാരിച്ച്. പിന്നെ കുഴപ്പമില്ല, ഡെയിലി മൈ ലൈഫ് അല്ലേ. അപ്പോൾ എന്തായാലും കുറച്ച് നേരം വൈകിയാലും അതിലെ റിയാലിറ്റി അല്ലേ. നമ്മൾ കൃത്യമായി പക്ക പെർഫെക്റ്റ് ആയിട്ട് വീഡിയോ ഇടുന്നതിനേക്കാൾ നമ്മുടെ വീട്ടിൽ എന്താ നടക്കുന്നത് അത് നിങ്ങൾ കാണാനായിരിക്കും അല്ലേ. പണി എടുക്കാൻ വിചാരിച്ചിട്ട് എടുത്തതാണേ. പക്ഷെ എനിക്ക് ഒരുപാട് പണിയുണ്ട്. വൈകുന്നേരം വരെ ചെയ്താലും കഴിയില്ല, അത്രയും പണിയുണ്ട് ഗൈസ്. മീൻ വാങ്ങിയിട്ടുണ്ട്, അതാണ് മീൻ. മത്തിയാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പം നേരാക്കാൻ തന്നെ കുറേ നേരം എടുക്കും. കരിയില്ല, സ്കൂളില്ലാത്ത ദിവസമല്ലേ അല്ലേ. ഇതിന് വലിയ അതിലെന്താ ഒന്നും ഒരുപോലെ ആവില്ലല്ലോ. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായി കാണണേ, ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറക്കരുത്. അപ്പോൾ രാവിലെ പിന്നെ നൂൽപ്പുട്ടും സാമ്പാർ, എന്നാലും സാമ്പാറുണ്ട്, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ വീഡിയോ ഫുള്ളായി കാണാം, വരും. നൂലുപുട്ട് ആദ്യത്തെ ആവിയൊക്കെ നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കി കേട്ടോ. ബാക്കി വന്ന മാവെല്ലാം കൂടെ ഞാൻ ഒരുമിച്ച് അങ്ങോട്ട് പീച്ചി വെച്ചിട്ട് എളുപ്പപ്പണിക്ക്. പക്ഷേ എൻ്റെ നൂൽപുട്ട് ഞാൻ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഒട്ടാറില്ല, അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ വെച്ചാലും കഴിക്കാൻ ഒരേ ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ കുട്ടികൾക്കത് ഇഷ്ടപ്പെടില്ല കേട്ടോ. അപ്പോൾ അവർക്ക് ഞാൻ ഭംഗിയായിട്ട് കൊടുത്തു. ഞാൻ വലുതാക്കി മൊത്തത്തിലുണ്ടാക്കിയത് കട്ട് ചെയ്ത് എടുത്തോട്ടോ, കേക്ക് പോലെ. അത് കഴിഞ്ഞ് നമ്മൾ ഇഡ്ഡലിക്കുള്ള മാവിന് അരയ്ക്കാൻ പറഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെച്ചു കേട്ടോ, അരിയൊക്കെ. എന്തായാലും ഇനി സ്കൂളില്ല, കുറച്ച് ദിവസം ഇലക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ലീവല്ലേ. അപ്പോൾ മാവ് അത്യാവശ്യമാണ്, അപ്പോൾ അതിട്ട് വെച്ചു. അതിന് ശേഷം അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയായി തുടച്ച് വെച്ചു കേട്ടോ. ഇപ്പോൾ എത്ര പ്രാവശ്യം തുടച്ചാലും പിന്നെയും അങ്ങനെ ആവും, പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും അങ്ങനെ വൃത്തിയായിരിക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ. പിന്നെ നമ്മുടെ പ്യൂരിഫയറൊക്കെ ഒന്ന് നന്നായി തുടച്ച്, അത് പിന്നെ ഡെയിലി തുടങ്ങുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, പൊടിയൊന്നും അധികം ഇല്ല. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്, അപ്പോൾ അതിലത്തെ വെള്ളമൊക്കെ കളഞ്ഞ് അതൊക്കെ നല്ല വൃത്തിയാക്കി വെച്ചു കേട്ടോ. പുതിയ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതിൻ്റെ ഇല മെല്ലെ വളരണുള്ളൂ, എന്താണെന്നറിയില്ല. പക്ഷെ ചിലവിടെയൊക്കെ എത്ര നന്നായി വളരും അറിയോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞൂസിനെ ഉറക്കം വന്നപ്പോൾ അവനെ ഉറക്കി കൊണ്ടേ കിടത്തി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മീൻ നന്നാക്കാൻ എടുത്തത് കേട്ടോ. അല്ലാതെ വെച്ചാൽ കുഞ്ഞൂസും ഒപ്പം കൂടും മീൻ നന്നാക്കാൻ. പിന്നെ എന്താ 1 മണിക്കൂറിൻ്റെ പണി 4 മണിക്കൂറാവും കേട്ടോ. അപ്പം മീൻ വറക്കാനുള്ളതൊക്കെ മുളക് തിരുമ്പി വെച്ച് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ച് നന്നാക്കിയിട്ട് പിന്നെ നമ്മൾ ആ പാത്രമൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയപ്പോൾ തന്നെ ഒരു സമാധാനം. അത് കഴിഞ്ഞ് ഞാൻ ചോറ് വെച്ചു കേട്ടോ കുക്കറിൽ. അത് കഴിഞ്ഞിട്ട് കുളിക്കാൻ പോയത്. കുളിച്ച് വന്നു കഴിഞ്ഞ് നമ്മുടെ മേക്കപ്പ് മെയിനാണല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് ചെറുതായി പൗഡറൊക്കെ ഇട്ടൊന്ന് തൊട്ടൊക്കെ കൊടുത്തപ്പോൾ ഒരു സന്തോഷം. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ എവിടേക്കാണ്, അടുക്കളയ്ക്ക് തന്നെയാണ്. ഒരുങ്ങണ് കണ്ടു കഴിഞ്ഞാൽ പുറത്ത് എവിടെയെങ്കിലും പോകാനാണ് വിചാരിക്കില്ലേ ഗൈസ്. പക്ഷേ എവിടെയും പോകില്ല, എന്നാലും നമുക്കൊരു സന്തോഷം അല്ലേ. പിന്നെ നമ്മുടെ ചോറൊക്കെ ഊറ്റി വെച്ച് ഒരു കോഫിയൊക്കെ ഉണ്ടാക്കി കുടിച്ചു. അതിൻ്റെ ഇടയിൽ നമ്മുടെ മീൻ കൂട്ടാനും അവിടെ ആവുന്നുണ്ടായിരുന്നു. മീനും വറുത്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ദിവസം. ടാറ്റാ ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.